മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ ഫോണിൽ വിളിച്ചു എന്നതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ സർക്കാർ തീരുമാനം. സർക്കാർ തീരുമാനം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ അവരുടെ അഭിപ്രായം തേടി എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതൊക്കെ എന്തുദ്ദേശത്തോടു കൂടിയാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ഗവൺമെന്റ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് ഏത് സാഹചര്യത്തിലാണ്. പിന്നെ നിയമസഭയിലും ഈ കാര്യം വ്യക്തമാക്കി. ഇന്ന് ഞാൻ പറഞ്ഞത് അത് സാധാരണഗതിയിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ സൂപ്രണ്ടിനെയും വേറെ ചില ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തല്ലോ. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ചെയ്യാൻ പറ്റാത്ത കാര്യം, ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തിയത്, ഈ പോലീസ് റിപ്പോർട്ട് തേടിയത് നിഷ്കളങ്കമല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. ഇക്കാര്യത്തിലും ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. അത് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാദങ്ങളെല്ലാം. സർക്കാർ ചിന്തിക്കാത്ത കാര്യം, സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുകയാണ് പ്രതിപക്ഷം. അപ്പൊ ഇത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് നിഷ്കളങ്കമായിട്ട് നടന്നതല്ല. ആരാണ് ഇതിന്റെ ഗുണഭോക്താവ്? സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുന്നതിന്റെ ഗുണഭോക്താവാരാ? പ്രതിപക്ഷം. അങ്ങനെ സർക്കാരിനെതിരെ ആരോപിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഉദ്യോഗസ്ഥരുണ്ട് ചിലർ, അവർക്കെതിരെ ഇപ്പൊ നടപടി എടുത്തിട്ടുണ്ട്. സർക്കാർ നയത്തിന് വിരുദ്ധമായി ഈ പേര് ഉൾപ്പെടുത്തി റിപ്പോർട്ട് തേടിയതിന് നടപടി എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും ഗൗരവമായി പരിശോധിക്കും. എനിക്കറിഞ്ഞൂടെ ആരൊക്കെയുള്ളത്. പിന്നെ ഒരു ജയിൽ ഉപദേശക സമിതിക്കൊന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ജില്ലാ തലത്തിൽ ജില്ലാ ജഡ്ജി അധ്യക്ഷനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷൻ വ്യാജമായ പ്രചരണം ഉയർത്തി എങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം എന്നതിന് ഉദാഹരണമാണ്. തെറ്റായ കാര്യങ്ങൾ സഭയുടെ ഉള്ളിലും പുറത്തും പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിക്കുന്ന നിലപാടാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള രീതിയാണ്, ദുഷ്ടലാക്കോടെയാണ് പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചരണങ്ങളെന്നും എം പി രാജേഷ് പറഞ്ഞു.